ഫ്രണ്ട്സ്, ഇത് നമുക്ക് വാൽപ്പാപ്പടി ഇത് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിനായി ഇതിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ചെറിയ കഷ്ണമായി അരിഞ്ഞെടുക്കുക. ഇത് തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അധികം മുറ്റിയ അല്ല, ഇളം. ഇതാദ്യം നമുക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കാം. പാപ്പടി പയറെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായി വളരെ തിന്നായി കട്ട് ചെയ്യും. എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. തോരന് വേണ്ട പയറെല്ലാം അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി, കടുക്, ജീരകം. ഇത്രയും മതി ഈ തോരൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ആദ്യമായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചേർക്കുക. അതിലേക്ക് 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഞാൻ ജീരകം ഇതിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ചിലർ കടുക് വറുക്കുമ്പോഴും ചേർക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഞാൻ കത്തിച്ചൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കി ചെറുതായി ഒന്ന് വരളിട്ട് എല്ലാം ഒന്ന് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാപ്പടി പയർ ചേർക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചേർത്തൊന്ന് മിക്സ് ചെയ്യാം.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കുടഞ്ഞു വയ്ക്കാം. ഇളക്കി കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്യാം. പക്ഷെ വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. പയറെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തേച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും അതൊന്ന് കൂടെ മിക്സ് ചെയ്യാം. വാൾ ബീൻസ് അഥവാ പാപ്പടി തോരൻ റെഡി. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. തോരനെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. പാപ്പടി തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇതൊരു ബൗളിലോട്ട് മാറ്റാം നമുക്ക്.